സരോജ്, അതായത് ഓരോ ദിവസം ചെല്ലും തോറും തീർത്ഥാടക പ്രവാഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസത്തെ 1,00,000 കടന്നിരിക്കുന്നു. പ്രതിദിനം ഇത്തരത്തിൽ 1,00,000 കടക്കുന്നത് ആദ്യമായിട്ടാണല്ലേ? 1,00,000 ഈ തീർത്ഥാടന കാലത്ത് ഒന്നിലേറെ തവണ കടന്നിട്ടുണ്ട്. ഈ മകരവിളക്കിന് ശേഷം നട തുറന്നപ്പോൾ ഒരു ദിവസം 1,00,000-ൽ പരം തീർത്ഥാടകർ ദർശനം നടത്തിയിരുന്നു. പക്ഷേ ഇത്രത്തോളം തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസവും മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. ഈ തീർത്ഥാടന കാലത്ത് അത്രമേൽ തിരക്കാണ് ഇന്നലെ ഒരു ദിവസം മാത്രം അനുഭവപ്പെട്ടത്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ 1,13,168 തീർത്ഥാടകർ ഇന്നലെ മാത്രം ദർശനം നടത്തിയെന്നുള്ളതാണ്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം വളരെ വേഗത്തിൽ പരമാവധി തീർത്ഥാടകരെ 18-ാം പടി കയറ്റിയെങ്കിൽ മാത്രമേ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ വലിയ തോതിലുള്ള ശ്രമകരമായ ഒരു ജോലിയാണ് ഇന്നലെ പോലീസുകാർ ഏറ്റെടുത്തത്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു മിനിറ്റിൽ 90 വരെ ആൾക്കാരെ കയറ്റുന്ന കാഴ്ച ഇന്നലെ കാണാൻ കഴിഞ്ഞു. വലിയ തോതിലുള്ള തിരക്ക്. ഇപ്പോൾ ഉഷപൂജയുടെ ഭാഗമായി ക്ഷേത്രനട അല്പസമയത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ഈ ലൈവ് ഇതേ സമയത്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫ്ലൈ ഓവറിലൊക്കെ ആളുകൾ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, തീർത്ഥാടകരുടെ വലിയ തിരക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. ഈ ഫ്ലൈ ഓവർ ഈ ക്ഷേത്രനട തുറന്നിട്ട സമയങ്ങളിൽ പോലും ഈ നിറഞ്ഞു കവിഞ്ഞ് ഈ 18-ാം പടിയിൽ നിന്നും തീർത്ഥാടകർ കയറി വരുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം ഈ കൊടിമരത്തിൻ്റെ മുൻഭാഗത്ത് വരെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. എങ്കിൽ ഇന്നിപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ തിരക്കെന്ന് പറയപ്പെടുന്നത് ഉഷപൂജയ്ക്ക് വേണ്ടി ക്ഷേത്രനട അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തിരക്ക് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഫ്ലൈ ഓവറിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ആളുകൾ തീർത്ഥാടകർ ഇങ്ങനെ ദർശനം നടത്തി കടന്നു പോവേണ്ടതാണ്. കാരണം അതായത് ഞാൻ സൂചിപ്പിച്ചത് ഇന്നലത്തെ ദൃശ്യങ്ങളും ഇന്നത്തെ ദൃശ്യങ്ങളും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് തിരക്കിന് അല്പം കുറവുണ്ട്. ഇന്നലെ തിരക്ക് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ എരുമേലിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അടച്ച് അവിടുന്നും തീർത്ഥാടക വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള KSRTC സർവീസിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഉഷപൂജയുടെ ഭാഗമായി ഉള്ള ചടങ്ങുകൾ ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉഷപൂജയുടെ ചടങ്ങുകൾ പൂർത്തിയായാലുടൻ തന്നെ ക്ഷേത്രം വീണ്ടും തുറക്കും. പിന്നീട് വീണ്ടും തീർത്ഥാടകർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ തിരക്ക് മാത്രമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതായത് തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചതിനെ തുടർന്ന് എരുമേലിയിൽ നിന്നും തീർത്ഥാടക വാഹനങ്ങൾ പമ്പയിലേക്കും നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഇന്നലെ രാത്രിയിൽ തീർത്ഥാടകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പുലർച്ചെ 5 മണിക്ക് പമ്പയിലെത്തിയ തീർത്ഥാടകർ സന്നിധാനത്തെ ക്യൂ കോംപ്ലക്സിലെത്തിയത് രാത്രി 10 മണിയോടുകൂടിയാണ്. കാരണം അത്രത്തോളം നീണ്ട നിരയായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. മരക്കൂട്ടവും കഴിഞ്ഞ് അപ്പാച്ചിമേടും അതിൻ്റെ അടുത്ത് വരെ തീർത്ഥാടകരുടെ നീണ്ട നിര കാണാൻ കഴിഞ്ഞു. അത്രമേൽ വലിയ തിരക്കാണ് ഇന്നലെ ഒരു ദിവസം മാത്രം അനുഭവപ്പെട്ടത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. കാരണം ബുക്കിംഗ് ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള ആളുകൾ നേരത്തെ വരികയോ അല്ലെങ്കിൽ താമസിച്ച് വരികയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരെയും പോലീസുകാരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം സമയം തെറ്റി തീർത്ഥാടകർ ദർശനത്തിനായി എത്തുന്നു. അവർ പമ്പയിലെത്തിക്കഴിയുമ്പോഴേക്കും അവർക്ക് വെർച്വൽ ക്യൂ സംവിധാനത്തിലുള്ള ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ വരേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരെ തിരിച്ച് അയക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ചില ആളുകൾ തങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എങ്കിൽ അവർ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തീർത്ഥാടകരെ ആരെയും മടക്കിവിടാതെ എല്ലാവർക്കും ദർശനം കൊടുക്കുക എന്ന ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഈ വെർച്വൽ ക്യൂ സംവിധാനം സമയം തെറ്റി വരുന്നവർക്കും ദർശനം നടത്താൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് സന്നിധാനത്തെ സംബന്ധിച്ച് ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നത്. കോടതി പോലും പറഞ്ഞിട്ടുണ്ട് 1,00,000-ൽ താഴെ നിയന്ത്രണ വിധേയമാക്കണം. പക്ഷേ തീർത്ഥാടകർ ഇങ്ങനെ സമയം തെറ്റിയൊക്കെ വരുന്നത് ഡ്യൂട്ടിയിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പലപ്പോഴും തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടാറുണ്ട്. കാരണം ഈ ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം തീർത്ഥാടകർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ട സാഹചര്യം പോലീസുകാർക്ക് വരും.
ഘട്ടം ഘട്ടമായി മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം എല്ലാ ഇടങ്ങളിലും പല വഴികളുണ്ട് സന്നിധാനത്തേക്ക് സംഗമിക്കാൻ. പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പുല്ലുമേട് വഴിയുള്ള കാനനപ്പാതയിലൂടെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് വരാം. ആ വഴിയുള്ള തീർത്ഥാടകരുടെ തിരക്കിലും വലിയ തോതിലുള്ള വർധനമുണ്ടാകുന്നുണ്ട്. കാരണം നിത്യേന 5000-ലേറെ തീർത്ഥാടകരാണ് ഇപ്പോൾ പുല്ലുമേട് വഴി മാത്രം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത കാനനപ്പാതയിലൂടെ പമ്പയിലെത്തി പമ്പയിൽ നിന്നും മല ചവിട്ടി വരുന്ന ആളുകളുണ്ട്. പിന്നീട് എരുമേലിയിൽ നിന്നും ഇലവുങ്കൽ വഴി ചാലക്കയം വഴി വരുന്ന തീർത്ഥാടകരുണ്ട്. അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ സന്നിധാനത്തേക്ക് കടന്നു വരുന്ന തീർത്ഥാടകർ പലപ്പോഴും വലിയ തോതിലുള്ള തിരക്കുണ്ടാകുമ്പോൾ ഈ 18-ാം പടി എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്തുകൂടി മിനിറ്റിൽ പരമാവധി 60-70 പേരെയാണ് കയറ്റിവിടാൻ കഴിയുന്നത്. പക്ഷേ തിരക്ക് വർദ്ധിക്കുമ്പോൾ പരമാവധി തീർത്ഥാടകരെ 18-ാം പടിയിലൂടെ കയറ്റിവിടാൻ വേണ്ടി പോലീസ് പരിശ്രമിക്കും. അപ്പോൾ 80-ഉം 90-ഉം ഇന്നലെ ഒരു മിനിറ്റിൽ 90 പേരെ കയറ്റിവിട്ട നിമിഷങ്ങളുണ്ടായിരുന്നു. കാരണം തിരക്ക് നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. ഇവിടെ വലിയ തോതിലുള്ള തിരക്ക് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ, എരുമേലിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അവിടുത്തെ തീർത്ഥാടകർ, കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും ബഹളങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇവിടുത്തെ ഒരു തിരക്ക് അനുസരിച്ച് മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി പരമാവധി തീർത്ഥാടകരെ ഇന്നലെ സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ വേണ്ടി പരിശ്രമിച്ചു. എന്തായാലും ഇന്നലെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി. പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പോയി. നമ്മൾ ക്യൂവിലുണ്ടായിരുന്ന തീർത്ഥാടകരോട് രാത്രി ചോദിച്ചു, വെള്ളവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചു. പക്ഷേ അവർക്ക് ദീർഘനേരം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. ആ കാത്തു നിൽക്കേണ്ട സാഹചര്യം എന്ന് പറയപ്പെടുന്നത് വലിയ തോതിലുള്ള തിരക്ക് ഇന്നലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഇവിടുത്തെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട്, സാധാരണ നിലയിൽ മകരവിളക്കിൻ്റെ ഭാഗമായിട്ടുള്ള 5, 6, 7, 8 തീയതികളിൽ തിരക്ക് കുറയേണ്ട ദിവസങ്ങളാണ്. പക്ഷേ ഈ തീർത്ഥാടന കാലത്ത് ആ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ മകരവിളക്കിൻ്റെ തിരക്ക് പ്രതീക്ഷിച്ച് നേരത്തെ വന്നതാവാം, അല്ലെങ്കിൽ ഈ വർഷം കൂടുതൽ തീർത്ഥാടകർ എത്തിയതാവാം. എന്തായാലും തിരക്ക് സാധാരണ നിലയിൽ കുറയേണ്ട ഈ ദിവസങ്ങളിലും വലിയ തോതിലുള്ള തിരക്ക് ഈ തീർത്ഥാടന കാലത്ത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ ശബരിമലയിലെത്തിയത്. ഭദ്ര.